നമസ്കാരം. രാത്രിയിൽ ദുബായിലെ ഒരു ക്ലബ്ബിൽ കള്ളുകുടിച്ച് രേണുസുതി കൂത്താടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇത് കണ്ട് രേണുവിൻ്റെ പിതാവ് തങ്കച്ചനും മകൻ കിച്ചു അടക്കം ഞെട്ടിയിരിക്കുകയാണ്. എങ്ങോട്ടാണ് ഇവളുടെ പോക്ക് എന്നാണ് വീട്ടുകാർ ഇപ്പോൾ അന്തിച്ചിരിക്കുന്നത്. സുധിച്ചേട്ടൻ മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് പോലും കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് രേണുവിൻ്റെ ഈ കോപ്രായം കാണുമ്പോൾ. ഒരു മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യത്തിന് രേണു പറഞ്ഞത് ഇങ്ങനെ: രേണു മദ്യപിക്കാറുണ്ടോ എന്ന്. അതെ, ഞാൻ മദ്യപിക്കാറുണ്ട്. ഞാൻ സുധിച്ചേട്ടൻ ജീവിച്ചിരിക്കുന്ന സമയത്തും സുധിച്ചേട്ടൻ കാണാതെ സുധിച്ചേട്ടൻ്റെ കള്ളുകുപ്പി പൊട്ടിച്ച് അതിലൊരു ഗ്ലാസ് എടുത്ത് ഞാൻ കുടിച്ചിട്ടുണ്ട്. അത് സുധിച്ചേട്ടൻ കാണാതെ മാത്രം. അപ്പോൾ മനസ്സിൽ നല്ലൊരു മനസമാധാനമുണ്ടായിരുന്നു. കിക്ക് ഫീലായിരുന്നു. എനിക്ക് മദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ബെഗാഡിയാണ്, അതും ലെമൺ ഫ്ലേവർ. അത് കിട്ടിയാൽ വെള്ളം പോലും ചേർക്കാതെ ഞാൻ അടിക്കും. അത്രയ്ക്ക് രുചിയും നല്ല കിക്കുമാണ് അത് കുടിച്ചാൽ ലഭിക്കുന്നത്. എൻ്റെ ഈ മദ്യപാനശീലം തുടങ്ങിയിട്ട് ഏകദേശം 3.5 വർഷമായി. പക്ഷേ വീട്ടിലുള്ളവർക്കോ സുധിച്ചേട്ടനോ അതറിയില്ല. സുധിച്ചേട്ടൻ മദ്യമൊക്കെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം കാണാതെ ഞാൻ ഒരുപാട് തവണ കുടിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയ ശീലമാണ്. സുധിച്ചേട്ടൻ മരിച്ച ശേഷം മാത്രമേ എനിക്കിത് തുറന്നു പറയാനുള്ള അവസരം ലഭിച്ചുള്ളൂ. സുധിച്ചേട്ടൻ മരിച്ചാൽ പിന്നെ ചേച്ചിക്ക് എന്തുമാകാമല്ലോ. അദ്ദേഹത്തിനെ വിറ്റാണല്ലോ ഇത്രയും നാളും ജീവിച്ചത്. അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇല്ലാത്ത സ്ഥിതിക്ക് വിധവ എന്ന ലേബലും വെച്ചുകൊണ്ട് എന്തും കൂത്താടാമല്ലോ എന്നും ആളുകൾ പറയുന്നു. മരിച്ചുപോയ അദ്ദേഹം ഇതെങ്ങനെ സഹിക്കും? ഇവളെപ്പോലെയുള്ള ഭാര്യയെ ആർക്കും കൊടുക്കാതിരിക്കട്ടെ എന്നും ആളുകൾ കമൻറ്റ് ബോക്സിൽ പറയുന്നു. കൊല്ലം സുധിയുടെ വിധവ എന്ന ലേബലിൽ കയറി വരികയും വാടക പോലും കൊടുക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്ത സ്ത്രീയാണ് ഇപ്പോൾ താൻ വല്ലപ്പോഴും മദ്യപിക്കാറുണ്ടെന്നും ബെഗാഡി എന്ന ബ്രാൻഡാണ് കഴിക്കുന്നതെന്നും പറയുന്നത്. എന്നാൽ ഇപ്പോഴും അന്ധത ബാധിച്ച രേണുവിൻ്റെ ആരാധക കൂട്ടം പറയുന്നത് രേണുവിന് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലെന്നും യൂട്യൂബർ വിവി രേണുവിനെ പിന്തുണയ്ക്കുന്നവരെ വിമർശിച്ചു പറഞ്ഞു. കുടിക്കുന്നതിനെ ഒരു തെറ്റായി പറയുന്നില്ല, അതെല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ രേണുസുധിയെ സമൂഹം അറിഞ്ഞത് കൊല്ലം സുധിയുടെ വിധവ എന്ന രീതിയിലാണ്. 2 മക്കളെ വളർത്താൻ കഷ്ടപ്പെടുന്ന സ്ത്രീ എന്ന ലേബലും ഉണ്ടായിരുന്നു. ഇപ്പോൾ രേണു ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലല്ല. അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയൊക്കെയുണ്ട്. ഇപ്പോൾ ബിഗ് ബോസിൽ പങ്കെടുത്തിരുന്നു. ഇനോഗ്രേഷൻസും കിട്ടുന്നുണ്ട്. വിദേശത്തും സ്വദേശത്തുമായി നിരവധി പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പൈസയും കയ്യിലുണ്ട്. അതുകൊണ്ട് അന്ധരായ ആരാധകർ രേണുവിന് ആഹാരത്തിന് വകയില്ല എന്ന് പറയുന്നത്. ചില രേണു ആരാധകർ പറയുന്നത് നമ്മൾ രേണുവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്നാണ്. സത്യത്തിൽ യൂട്യൂബേഴ്സായ ഞങ്ങളുള്ളത് കൊണ്ടാണ് രേണുവിന് റീച്ച് കിട്ടിയതും ബിഗ് ബോസിൽ പോയതും സാമ്പത്തിക ശേഷി ഉണ്ടായതും. വിധവകളെ മൊത്തത്തിൽ രേണു ആക്ഷേപിക്കുകയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? ബിഗ് ബോസിൽ പോയപ്പോൾ പോലും രേണു വിധവകൾക്ക് വേണ്ടിയൊന്നും സംസാരിച്ചിട്ടില്ല. വീട് വെച്ച് തന്നവരെയും സ്ഥലം തന്ന ബിഷപ്പിനെയും വരെ പച്ചയ്ക്ക് രേണു ആക്ഷേപിച്ചിരുന്നു. അന്നൊന്നും രേണുവിനെ പിന്തുണയ്ക്കുന്നവരെ കണ്ടില്ല. ചിലപ്പോഴൊക്കെ ഇത്രയും വിവരം കെട്ടവരാണോ രേണുവിൻ്റെ സപ്പോർട്ടേഴ്സ് എന്നും തോന്നിപ്പോകുമെന്നും യൂട്യൂബറായ വിവി പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി.